ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. സിനിമ എടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം, അല്ലാത്തവർക്കും അറിയാമായിരിക്കും. പക്ഷേ സിനിമ എടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, അത് ചെറുതായാലും വലുതായാലും സിനിമ ഉണ്ടാക്കാൻ കുറച്ച് പാട് തന്നെയാണ്. കണ്ടിട്ട് കൊള്ളാം കൊള്ളൂല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന അത്രയും ബുദ്ധിമുട്ട്, എഫേർട്ടും കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എഫേർട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഇരിക്കും ഇതെല്ലാ കടമ്പകളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് CBFC, അതായത് സർട്ടിഫിക്കേഷൻ വേണമല്ലോ. അതുണ്ടെങ്കിലല്ലേ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് A കാറ്റഗറി, അങ്ങനത്തെ ഓരോ കാറ്റഗറിയിൽ നിന്ന് സർട്ടിഫിക്കേഷൻ വരുന്ന കാറ്റഗറി, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമുക്കത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും, അതായത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് CBFC സർട്ടിഫിക്കേഷൻ, എല്ലാവർക്കും അറിയാം. അതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കിട്ടാനുള്ള ഹേർഡിൽസ് എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു റൂള് വന്നിട്ടുണ്ട്, അതായത് ഈ മാർച്ച് 2026 മാർച്ച് 15 മുതലൊരു റൂള് വന്നിട്ടുണ്ട്. ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇനിയിപ്പോൾ സർട്ടിഫിക്കേഷൻ കിട്ടൂ. ഈ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് ഇല്ലേ, സബ് ടൈറ്റിൽസ് പോലെ ഇരിക്കുന്ന ക്ലോസ്ഡ് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ ആണ് അതിൻ്റെ, നമ്മൾ OTT-യിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും CC വേണോ മറ്റത് വേണോ എന്നുള്ള സാധനം OTT-യിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് കൂടെ നമ്മൾ ആ ഒരു ഫീച്ചറും കൂടെ കൊടുത്താൽ മാത്രമേ ഇനി മുതൽ 2026 മാർച്ച് 15 ശേഷം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന, അതായത് ഈ സർട്ടിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നതിന് മുമ്പേ ഈ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ആ ഒരു ഫേം ഉണ്ടല്ലോ, ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നൊരു നിയമമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും കേൾവിക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടി സിനിമയുടെ ആ ഒരു രസം അവർക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്കും കേൾക്കണമല്ലോ, കാണണമല്ലോ. അപ്പം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഓഡിയോ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ളവർക്കാണെങ്കിൽ ഓഡിയോ കാണാനായിട്ടുള്ളവർക്കാണെങ്കിൽ CC ക്ലോസ്ഡ് ക്യാപ്ഷൻസ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ്, കേൾവിയുടെ പ്രശ്നമുള്ളവർക്ക് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുള്ള സാധനമാണ് നമ്മൾ OTT-യിലേക്ക് കാണുന്നത്. ഇനി നമുക്ക് തിയേറ്ററിലും അത് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും തിയേറ്ററിൽ ഇത് എങ്ങനെ ശരിയാവും, ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓഡിയോ വന്നാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ അവർ വരുന്ന റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ, അതായത് നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് അറിയാമായിരിക്കും, അപ്പോൾ ദേ വിൽ ബുക്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഹെഡ്ഫോൺസ് കൊടുക്കും, അത്രയും അവർക്കൊരു വേറൊരു ഹെഡ്ഫോൺസ് കൊടുക്കും. അതിനൊരു വേറൊരു ഓഡിയോ ചാനൽ തന്നെ തിയേറ്ററുകൾ സജ്ജീകരിക്കണം. തിയേറ്റർ ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ടെക്നോളജി ഫോർ ടു കേറ്റർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്നതാണ്. കേൾക്കും ഭയങ്കര റെവല്യൂഷണറി മൂവ്മെൻ്റ് ഉള്ള സാധനമാണ്. അങ്ങനെയാണ് എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ സിനിമ കാണാം, ആസ്വദിക്കാമല്ലേ. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക്, ഈ പാവപ്പെട്ട ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ OTT-യിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിലും അങ്ങനെ തന്നെ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്, പക്ഷേ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കംസ് ടു ദ പ്രൊഡക്ഷൻ സൈഡ്, അല്ലെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ റിലീസിന് മുമ്പ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഡ്യൂറേഷൻ കൂടും. അതിൻ്റെ ഒരു പടം റിലീസാകാനുള്ള ഡ്യൂറേഷൻ കൂടും. കാരണം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഡിസ്ക്രിപ്ഷനും ക്ലോസ്ഡ് CC ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനുള്ള ഡ്യൂറേഷൻ കുറച്ച് കൂടും. പ്ലസ് ഡെഫിനറ്റ്ലി ബജറ്റും കൂടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു സാധനം വന്നപ്പോൾ ഞാൻ വെച്ചാൽ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സിനിമ കാണുന്നവരെല്ലാം അതൊന്നും അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ലെറ്റ് മീ നോ അണ്ടർ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച്.